ഡിജിറ്റൽ ചാനൽ സുഭാഷിതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓണമാണ്, എല്ലാവർക്കും ഒരു നമസ്കാരമുണ്ടേ. നമുക്ക് തുടങ്ങാം. നമ്മൾ വ്യത്യസ്ത വിഷയങ്ങളാണ് പറയുന്നത്. ഇപ്പോൾ പറയും ഞങ്ങൾ ചെറിയ ആളുകളാണ്, നെത്തോലി ചെറിയ മീനാണ് അല്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഞങ്ങൾ ചെറിയ മീനാണ്. ഞങ്ങളിപ്പോൾ പറയുന്നത് നെമ്മീനിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ സ്രാവിനെ കുറിച്ചാണ്. ഡിജിറ്റൽ ചാനൽ രംഗത്തെ, യൂട്യൂബ് രംഗത്തെ കുലപതിയായിട്ടുള്ള അല്ലെങ്കിൽ മേധാവിയായിട്ടുള്ള സാജൻ സ്കറിയ, അദ്ദേഹത്തിൻ്റെ എല്ലാ വീഡിയോകളോടും എനിക്ക് അഭിപ്രായമൊന്നുമില്ല. അഭിപ്രായ വ്യത്യാസമുള്ള ഒരുപാട് വീഡിയോസുണ്ട്. മറുനാടൻ മലയാളി എന്ന ചാനലിൽ ഞാനും ഇന്നലെയും ഒരു ഇൻ്റർവ്യൂ കൊടുത്തിരുന്നു, ഒരു ബൈറ്റ് കൊടുത്തിരുന്നു. അപ്പോൾ എൻ്റെ ബൈറ്റും ഇടയ്ക്ക് എടുക്കാറുണ്ട്. പക്ഷേ ഈ സാജനെ എനിക്ക് വ്യക്തിപരമായി പരിചയമില്ല. അദ്ദേഹം ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്നു, കുറേ ചാനലുകൾ നടത്തുന്നു, നേരിട്ട് നടത്തുന്നു, അല്ലാതെ അങ്ങനെ ഒരു കേരളത്തിൻ്റെ സാമൂഹിക, രാഷ്ട്രീയ, പാരിസ്ഥിതിക രംഗത്ത് കുറേ കാര്യങ്ങൾ പൊതുസമൂഹത്തിൽ വയ്ക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ലോകം മുഴുവനുള്ള മലയാളികളിൽ ഒരുപാട് ആളുകൾ അദ്ദേഹത്തിന് ഫോളോവേഴ്സ് ആയിട്ടുണ്ട്. അതെനിക്കറിയാം. അദ്ദേഹം വിചാരിച്ചാൽ ചില വീടുകളിൽ ചില പരിപാടികൾക്ക് 1 കോടിയും 2 കോടിയൊക്കെ മൊബിലൈസ് ചെയ്യാൻ പറ്റും. അത്രയ്ക്ക് വലിയ ഒരു സോഷ്യൽ ഇൻഫ്ലുവൻസറാണ്, വെറും ഒരു യൂട്യൂബർ അല്ല. അദ്ദേഹം കേസിൽപ്പെട്ട് വരുന്നു, ഒരുപാട് കേസിൽപ്പെടുന്നു, പല പല കുരുക്കൾ ചെന്നപ്പെടുന്നു, സുപ്രീം കോടതി കേസ് വരുന്നു, ഒരുപാട് കാര്യങ്ങൾ ചെന്ന് പെടുന്നുണ്ട്. കുറച്ചു കാലം അബ്സ്കോണ്ടിങ്, ഒളിവിൽ കഴിഞ്ഞു, നാട് വിട്ടുപോയി, പല കാര്യങ്ങളും ചെയ്യേണ്ടി വരുന്നു ഒരു ചാനൽ നടത്തുന്നത്. പക്ഷേ സമൂഹത്തിന് വേണ്ടി വർത്തമാനം പറയുമ്പോഴായിരിക്കുമല്ലോ. പക്ഷേ അതിനിടയിലും ചില വ്യക്തികളുടെ സ്വകാര്യ ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലൊക്കെ കടന്നുകൂടുമ്പോൾ ഈ പ്രതിസന്ധികൾ കൂടും. എന്തായാലും ഇന്നലെ അദ്ദേഹത്തെ, സാജൻ സ്കറിയയെ, മറുനാടൻ മലയാളിയുടെ CEO ആയിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ ഉടമയായിട്ടുള്ള സാജൻ സ്കറിയയെ തൊടുപുഴ വെച്ച് 3 പേർ മർദ്ദിച്ചവർ ഒരു പ്രത്യേക യുവജന സംഘടനയിൽപ്പെട്ടവരാണ് എന്നാണ് പറയുന്നത്. എന്തായാലും അത് മോശമായിപ്പോയി. നമുക്കൊരാൾ ഫേക്ക് ന്യൂസ് ചെയ്യുകയാണ്, മോശം ന്യൂസ് ചെയ്യുകയാണ് എങ്കിൽ നിയമപരമായ നടപടിയെടുക്കാം. ഒരുപാട് കേസുണ്ട്. ഇനി അദ്ദേഹത്തിനെതിരെ യൂട്യൂബിന് കംപ്ലയിൻറ്റ് കൊടുക്കാം. എത്രയോ വീഡിയോകൾ യൂട്യൂബുകാർ ഇടപെട്ടിട്ട് പിൻവലിക്കേണ്ടി വരുന്നു. ഇപ്പോൾ പോപ്സോ കേസുമായി ബന്ധപ്പെട്ട യൂട്യൂബ് വീഡിയോസ് ചെയ്യാൻ പറ്റില്ല, റേപ്പ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ യൂട്യൂബ് വീഡിയോ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ തന്നെ അവർ അത് ബ്ലാക്ക് ലിസ്റ്റിലേക്ക് ആക്കും നമ്മെ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യും. അപ്പോൾ നിയമപരമായി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന ഒരു രാജ്യത്ത്, ഒരു സംസ്ഥാനത്ത് ഒരാളിനെ കായികമായി തല്ലി തീർക്കാം എന്ന് വിചാരിക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഇനി സാജനെ തല്ലി, ഞാൻ കുറച്ചുകൂടെ ഹൈ എക്സ്ട്രീമിൽ പറയട്ടെ, അദ്ദേഹത്തിനെ കൊന്നുകളഞ്ഞെന്ന് വിചാരിക്കുക, എന്നാൽ പോലും ആയിരക്കണക്കിന് സാജന്മാരോട് ഉണ്ടായി വരും. അതാണ് പ്രകൃതി നിയമം. പ്രകൃതിക്ക് അങ്ങനെ ഒരു നിയമമുണ്ട്. പ്രകൃതി എല്ലാ കാലവും ഇങ്ങനെ കാത്തിരിക്കത്തില്ല. പ്രകൃതി ഓരോ കാലഘട്ടത്തിൽ ഞാനൊരു ഈ പ്രൊഡക്ഷൻ തിയറി പറയാം, അതുകൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. പ്രകൃതിയിൽ, പ്രപഞ്ചത്തിൽ ഒരു പ്രൊഡക്ഷൻ തിയറിയുണ്ട്. അതൊരു കഥ രൂപത്തിൽ പറഞ്ഞാൽ രസമായിരിക്കും കേൾക്കാൻ. അതായത് ബ്രഹ്മാവാണല്ലോ, ബ്രഹ്മാ വിഷ്ണു മഹേശ്വരൻ എന്നാണ് സങ്കല്പം. ബ്രഹ്മാവാണ് ഈ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ കമ്പനി നടത്തുന്ന അതിൻ്റെ ഓണർ. അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്യുന്നതല്ല, അതിൻ്റെ ഓണർ. അപ്പോൾ അവിടെ പ്രൊഡക്ഷൻ നടക്കുമ്പോൾ മാസ് പ്രൊഡക്ഷനാണ്. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകളാണ് ഓരോ ദിവസവും ഭൂമിയിൽ ജനിച്ചു വരുന്നത്. അതിൽ ഒരു 5% പേർ, 10% പേർ മഹാരഥന്മാരായി ജനിക്കും. ഇവിടെ ജന്മം കൊണ്ട് തന്നെ മഹാരഥന്മാരായിരിക്കും. അതിൽ വരുന്നതാണ് ഗുരുദേവൻ, ചട്ടമ്പിസ്വാമികൾ, ശ്രീബുദ്ധൻ, യേശു, കൃഷ്ണൻ, അതുപോലെ തന്നെ അയ്യാഗുരു, പിന്നെ അയ്യങ്കാളി, വൈകുണ്ഠസ്വാമി, ഇങ്ങനെ എടുത്ത ഒരുപാട് പേരുണ്ട്. പിന്നെ ശാസ്ത്രജ്ഞന്മാർ, സ്റ്റീഫൻ ഹോക്കിങ്ങിനെ പോലെയുള്ളവർ, ഐസക് ന്യൂട്ടനെ പോലെയുള്ളവർ, അബ്ദുൽ കലാം സാറിനെ പോലുള്ളവർ, അങ്ങനെ മഹാരഥൻ. പിന്നെ വലിയ ബിസിനസ് സാമ്രാട്ടുകൾ, ശാസ്ത്രജ്ഞന്മാർ, പിന്നെ മോഡിയെ പോലെ, ഡൊണാൾഡ് ട്രംപിനെ പോലെയുള്ള, അല്ലെങ്കിൽ നെതന്യാഹുവിനെ പോലുള്ള ഭരണാധികാരികൾ, അങ്ങനെ ഒരു 5-10% ആളുകൾ മഹാരഥന്മാരായി വരും. അവരാണ് സമൂഹത്തെ നയിക്കുന്നത്. പിന്നെ IAS വരും. അതിനകത്ത് TN ശേഷൻ സാറൊക്കെ അതിൽ വരുന്നതാണ്, കണ്ണന്താനം, ഇങ്ങനെ കുറേ പേര് അങ്ങനെ വരും. അപ്പോൾ ഇങ്ങനെ വന്നു പോകുന്ന ഒരു സംവിധാനം ഉണ്ട് ഇവിടെ. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരാളെ കൊന്നത് കൊണ്ടൊരാശയത്തെ നമുക്ക് കൊല്ലാൻ പറ്റില്ല. ഒരാളിനെ തളർത്താം, കൊല്ലാം, കൈകാലിൽ തല്ലി ഓടിക്കാം, അടി കൊടുക്കാം, എല്ലാം ചെയ്യാം. പക്ഷെ അത് ചെയ്തതുകൊണ്ട് ആശയത്തെ തടസ്സപ്പെടുത്താൻ പറ്റില്ല. ഒരാൾ പോയാൽ 1000 പേർ ഉയരും എന്നാണല്ലോ നമ്മൾ പഠിച്ചത്. അത്തരം പ്രത്യയശാസ്ത്രങ്ങൾ പഠിച്ചിട്ടുള്ളവരാണല്ലോ ഓരോ കയ്യിൽ നിന്നും 1000 പേർ ഉയരുന്നു, ഓരോ ചുണ്ടിൽ നിന്നും 1000 ഗീതങ്ങൾ ഉണ്ടാകുന്നു എന്നൊക്കെ പഠിച്ചവർ, പാടിയവരൊക്കെയാണ് ഇങ്ങനെ മാധ്യമ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പുറപ്പുറത്തു നിന്ന് കൂവുന്നവർ, ഇവിടെ രാജ്യത്ത് ഫാസിസം ഉണ്ടെന്ന് പറയുന്നവർ, ഇവിടെ എന്തൊക്കെയോ സംഭവിച്ചു പോയി എന്ന് പറയുന്നവർ, ജനാധിപത്യം തകർന്നു എന്ന് പറയുന്നവർ, ഭരണഘടന ഉടഞ്ഞു പോയെന്ന് പറയുന്നവർ, എല്ലാത്തിൻ്റെയും അപ്പോസ്തലന്മാരാണ് ഞങ്ങളെന്ന് പറയുന്നവർ. സാജനെ തല്ലിയത് ശരിയായില്ല. സാജൻ, ഞാൻ പറഞ്ഞല്ലോ, ഒരു ബന്ധവുമില്ല, എനിക്ക് അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടില്ല, നേരിട്ട് സംസാരിച്ചിട്ട് പോലുമില്ല, മെസ്സേജ് പോലും സാജന് ഞാൻ അയച്ചിട്ടില്ല ഇതുവരെ. എന്നാലും ഒരു സഹ എന്ന് പറയാൻ പറ്റില്ല, അദ്ദേഹം വലിയ മോലാളിയാണ്, ഞാൻ കുഞ്ഞു ആളാണ്, മോലാളി ആയിട്ടില്ല. ഈ മേഖലയിലുള്ള ഒരാളിനെ തല്ലിയത് ഒരിക്കലും ശരിയായില്ല. ഒരു കാരണവശാലും തല്ലാനും കൊല്ലാനും ആർക്കും അവകാശമല്ല. അത് കേസും വഴക്കൊക്കെ ആകും. പക്ഷേ എന്തായാലും തല്ലിയത് ഒരു ഒന്നര തോന്നിയവാസമാണ്.
അതുകൊണ്ട് അദ്ദേഹത്തിന് തടസ്സപ്പെടുത്താൻ കഴിയുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. കാരണം അദ്ദേഹം ഇൻബോൺ ഫൈറ്ററാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ജന്മം കൊണ്ട് തന്നെ ടാലൻ്റ് ഉള്ള ആളാണ്, വളരെയധികം കഴിവുകളുള്ള ആളാണ്, നന്നായി സോഷ്യൽ ഇൻഫ്ലുവൻസറാണ്. ലക്ഷക്കണക്കിന് ആളുകളാണ് അദ്ദേഹത്തിൻ്റെ വീഡിയോ ലോകത്തിൻ്റെ മലയാളികൾ ഇരുന്ന് കാണുന്നത്, അഭിപ്രായം പറയുന്നത്. ഒരുപാട് പേർ സാമ്പത്തികമായും ഒക്കെ സഹായിക്കുന്നുണ്ട്, നിയമപരമായി സഹായിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ വെളിയിൽ നിന്ന് മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ്. എന്തായാലും സാജൻ സ്കറിയയെ മർദ്ദിച്ചതിനോടുള്ള അതിശക്തമായ പ്രതിഷേധം അറിയിക്കുകയാണ്. ഇവിടെ സാജൻ സ്കറിയ അല്ല പ്രശ്നം, ഒരു മാധ്യമ പ്രവർത്തകനെ, അത് യൂട്യൂബർ സോഷ്യൽ മീഡിയ ആയാലും ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആയാലും, ഇനിയല്ല ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടതിൻ്റെ പേരിലായാലും സാറ്റലൈറ്റ് ചാനലിൻ്റെ നടത്തുന്നവരുടെ ആളുകളുടെ ആയാലും തല്ലിയതിന് മാപ്പില്ല. അതൊരു കാരണവശാലും പൊറുക്കാവുന്ന തെറ്റുമല്ല. അവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം, ആവശ്യമായ നടപടികൾ എടുക്കണം. അതിലൂടെ രക്ഷിക്കപ്പെടുന്നത് മാധ്യമ സ്വാതന്ത്ര്യമാണ്.